സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ, അല്ലെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാള സിനിമയിലും മലയാള സിനിമാ മേഖലകളിലും അല്ലെങ്കിൽ നമ്മുടെ മിമിക്രി രംഗത്തുമൊക്കെ കലാകായിക രംഗത്ത് അല്ലെ കലാരംഗത്തൊക്കെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്. അതായത് നമ്മുടെ ടിനി ടോം എന്ന് പറയുന്നൊരു മനുഷ്യൻ. അയാളുടെ ഒരുപാട് പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതായത് സ്വന്തം സൗണ്ടിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മറ്റ് പല നടന്മാരെയൊക്കെ അനുകരിക്കുന്ന ഒരു അതുല്യനായ ഒരു കലാകാരൻ തന്നെയാണ് ടിനി ടോം. അപ്പൊ അങ്ങനെയുള്ള ടിനി ടോം 2023 ഒരു കാര്യം പറയുകയുണ്ട്. തന്റെ കുടുംബത്തിലെ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, തന്റെ മകനെ പറ്റിയുള്ള ഒരു കാര്യമാണ്. അതായത് തന്റെ മകന് മലയാള സിനിമയിൽ ഒരു മുന്തിയ ഒരു നടന്റെ ഒപ്പം മകനായിട്ട് അഭിനയിക്കാനായിട്ടൊരു ഒരു ഒരു അവസരം ലഭിച്ചു. ആ അവസരം ലഭിച്ചിട്ട് താൻ അത് റിജക്റ്റ് ചെയ്യാനായിട്ട് പറയുകയാണ് ചെയ്തത്, അല്ലെ താൻ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തതെന്നാണ് ടിനി ടോം പറഞ്ഞത്. അതിന്റെ ഒരു കാരണവും ടിനി ടോം പറയുന്നുണ്ടായിരുന്നു. അതായത് സിനിമയിൽ പോയി കഴിഞ്ഞാൽ മക്കൾ പിഴച്ചു പോകും. കാരണം സിനിമയിലുള്ള ഒരുപാട് ആളുകൾ വ്യാപകമായിട്ട് കഞ്ചാവും മറ്റ് ലഹരികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ടിനി ടോം പറഞ്ഞത് ഇങ്ങനെയാണ്: സിനിമയിൽ വ്യാപകമായ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരസ്യമായി വെളിപ്പെടുത്തി നടൻ ടിനി ടോം. മകന് സിനിമയിൽ അവസരം ലഭിച്ചെങ്കിലും ഭയം മൂലം അത് വേണ്ടെന്ന് വെച്ചെന്നും കേരള സർവകലാശാല യുവജനോത്സവം ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ പോലീസിന്റെ യോദ്ധാവ് എന്ന ബോധവൽക്കരണ പരിപാടിയുടെ അംബാസഡർ കൂടിയാണ് ടിനി ടോം. സിനിമയിൽ ഒരു പ്രമുഖ നടന്റെ മകന്റെ വേഷത്തിൽ അഭിനയിക്കാനാണ് എൻ്റെ മകൻ അവസരം ലഭിച്ചത്. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ മകനെ വിടില്ലെന്ന് എൻ്റെ ഭാര്യ ഉറപ്പിച്ചു പറഞ്ഞു. ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പേടിയായിരുന്നു അവൾക്ക്. സിനിമയിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. 16-18 വയസ്സിലാണ് കുട്ടികൾ വഴിതെറ്റുന്നത്. എനിക്കൊരു മകനേ ഉള്ളൂ, ടിനി ടോം പറഞ്ഞു. ലഹരിക്ക് അടിമയായ ഒരു നടനെ ഈയിടെ കണ്ടു. അദ്ദേഹത്തിന്റെ പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങി. ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് അദ്ദേഹം നന്നായി അഭിനയിക്കുന്നുണ്ടെന്ന് പലരും പറയുന്നു. ഇപ്പോൾ പല്ല് അടുത്തത് എല്ല് പൊടിയും. അതുകൊണ്ട് കലയാകണം നമുക്ക് ലഹരി എന്നാണ് ടിനി ടോം 2023 മെയ് 6 പറഞ്ഞത്. എന്നാൽ ഇന്ന് അതേ പറഞ്ഞ ടിനി ടോമിന്റെ മകനെ പോലീസ് പിടിച്ചിരിക്കുന്നതും ഇതേ കഞ്ചാവിന്റെ അല്ലെ ഇതേ ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ്. അതായത് ടിനി ടോമിന്റെ മകനും മറ്റ് 2-3 കൂട്ടുകാരും ചേർന്നുകൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് എവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് ചെല്ലുന്ന സമയത്ത് ഇവരെല്ലാം പരുങ്ങുന്നത് കണ്ടു. അങ്ങനെ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ ടിനി ടോമിന്റെ മകന്റെയൊക്കെ പക്കൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ വാർത്ത കാണിക്കുന്നതിന് മുൻപ് ടിനി ടോം ഈ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തെ പറ്റി പറഞ്ഞ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അപകടകരമായ കാലഘട്ടമാണ്. എൻ്റെ മകന് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം. എൻ്റെ മകന് സിനിമയിൽ ഒരു വലിയ നടന്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം, മയക്കുമരുന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്നതല്ല, അവര് വിട്ടുന്ന വിചാരിച്ച കുഴപ്പമില്ല. പക്ഷേ ഈ 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റുന്നത്. അതുകൊണ്ട് ആകെ ഒരു മകനാണ് എനിക്കുള്ളത്. നടൻ ടിനി ടോമിന്റെ മകനെതിരെ നടൻ ടിനി ടോമിൻ കണ്ടില്ല, ഇതാണ് നമ്മൾ ആ വാർത്തയിൽ കാണുന്നത്. ടിനി ടോം 2023 പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇനി നമുക്ക് ടിനി ടോമിന്റെ മകനെ പിടിച്ചതിന്റെ ഒരു വാർത്തയാണ് മാതൃഭൂമി പങ്കുവച്ചിരിക്കുന്നതാണ്. ആ വീഡിയോ ഇവിടെ നിന്ന് കണ്ടു നോക്കാം. ടോമിന്റെ മകനെതിരെ കഞ്ചാവ് കേസ്. ആദം ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കഞ്ചാവ് കൈവശം വെച്ചതിന് കേസെടുത്തത്. 4 ഗ്രാം കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത്. സ്നേഹമോൾ ലൈനാനുണ്ട് വിവരങ്ങളുമായി. സ്നേഹ, ഇവർ എവിടെ നിന്നാണ് പിടികൂടിയത്? മറ്റു വിവരങ്ങൾ എന്താണ്? ഇന്നലെ രാത്രി, അതായത് ഏകദേശം 8:45 കൂടി തന്നെ തൃപ്പൂണിത്തുറയിലെ അമ്പലമുകൾ അടുത്ത് ഇരുമ്പലത്ത് നിന്നുമാണ് ഇവരെ 3 പേരെയും ഹിൽ പാലസ് പോലീസ് പിടികൂടുന്നത്. ഹിൽ പാലസ് പോലീസ് രാത്രികാല പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ സംശയാസ്പദമായ ഈ സ്ഥലത്ത് 3 പേരെയും കാണുകയുണ്ടായിട്ടുള്ളത്. ഇവരോട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ 3 പേർ എന്തോ സംശയാസ്പദമായ രീതിയിൽ ഇവിടെ നിൽക്കുന്നത്, എന്തോ മരുന്നുകളായ രീതിയിൽ പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇവരിൽ ഒരാളുടെ പോക്കറ്റിൽ നിന്നൊരു സിപ്ലോ കവറിലാക്കി സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടുന്നത്. കണ്ടില്ലേ, ഇത് ബാക്കി ഞാൻ പ്ലേ ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. അതായത് ടിനി ടോമിന്റെ മകൻ ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന പല ഇൻസ്റ്റഗ്രാം പേജുകളിൽ കൂടിയും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയകളിൽ കൂടിയൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വാർത്ത ഈ രീതിയിൽ പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്? അതെ, അത് ടിനി ടോമിന്റെ മകനായതുകൊണ്ടാണ്, അല്ലേ? ടിനി ടോം വന്നിത് പറഞ്ഞപ്പോൾ ടിനി ടോമിന്റെ അടുത്ത് മറുപടിയുമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ വന്നു. ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്, അതായത് തൻ്റെ മകന് അല്ലെങ്കിൽ തനിക്ക് ഒരാൾക്ക് ഈ ലഹരി ഉപയോഗിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് എത്രയാണെന്ന് പറഞ്ഞാലും ഉപയോഗിക്കും. അല്ലാതെ സിനിമയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വായിലേക്ക് തള്ളിക്കയറ്റി കൊടുക്കാനൊന്നും ശ്രമിക്കത്തില്ല. അവന് വേണ്ടെങ്കിൽ അത് വേണ്ട, അവന് വേണമെങ്കിൽ അവൻ ഉപയോഗിക്കും. എന്നാൽ ടിനി ടോം പറഞ്ഞൊരു കാര്യം അത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതായത് സ്വന്തം മകൻ, ആകെയുള്ളൊരു മകൻ വഴിപിഴച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛൻ കാണിക്കുന്ന കരുതല്, അതാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. എന്നാൽ ഇന്ന് ഈ രീതിയിൽ ടിനി ടോമിന്റെ മകനെ പോലീസ് പിടിച്ചു, അല്ലെ ടിനി ടോമിന്റെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള റിപ്പോർട്ടുമായിട്ട് രംഗത്തേക്ക് വരുന്നത്? ശരിക്കും
കഞ്ചാവുമായിട്ട് പിടിച്ചത് 3 പേരെയാണ് കേട്ടോ. അതിൽ ഒന്ന് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഒരാൾ, നമുക്കറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ നമ്മുടെ 4 പേര് കൂട്ടുകാരുടെ കൂടെ പോവുകയാണ്. 4 കൂട്ടുകാരോടൊപ്പം ചിലപ്പോൾ വേറെയും 2 കൂട്ടുകാരന്മാർ കാണും. എന്നാൽ ഈ കൂട്ടുകാരന്മാരോ അല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരന്മാരോ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞു എന്ന് വരില്ല. പണ്ടൊക്കെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയും. ഇന്നിപ്പോൾ ആരും ഒന്നും പറയില്ല. അപ്പോൾ അതിൽ എൻ്റെ കൂടെ വരുന്ന ഒരാളുടെ കയ്യിൽ അല്ലെ അയാളുടെ പോക്കറ്റിൽ അല്ലെ അയാളുടെ ഈ പറയുന്ന ഇന്നറിനകത്ത് എവിടെയെങ്കിലും അയാളൊരു കഞ്ചാവ് സൂക്ഷിക്കുന്നുണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ അയാൾക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന വഴിയായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഞാൻ പോയിട്ട് അയാളുടെ ആ ഒരു ഇന്നറിനകത്ത് കൈയിട്ടിട്ടാണ് നിന്റെ കഞ്ചാവ് ഇരിപ്പുണ്ടെന്ന് ഞാൻ ചോദിക്കാനായിട്ട് ഒരു വഴിയുമില്ല. ഒരു പക്ഷെ അവൻ്റെ കാണാം, ഇല്ലാതിരിക്കാം. എനിക്കത് അറിയില്ല ഇതിനെപ്പറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസ് വരുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആളുകൾ പരുങ്ങുമ്പോൾ 3 പേര് നിൽക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണെന്ന് പോലീസിന് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും പോലീസ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ 3 പേര് അല്ലാതെ നിൽക്കുന്ന 4 പേര് അല്ലെ ആ ഒരു ഗ്യാങ്ങിനെ മുഴുവനും പോലീസ് പിടിക്കും. പിടിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അല്ലെ പിടിക്കുന്ന സമയത്ത് അവർക്ക് ഒരു കഞ്ചാവിൻ്റെ ഒരു കണിക കിട്ടുന്നുണ്ടാവാം. അങ്ങനെ കിട്ടുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആരെയാണ് എഫക്റ്റ് ചെയ്യുക? അത് കിട്ടിയ ഒരാളെ മാത്രമല്ല, ആ കൂട്ടത്തിലുള്ള എൻ്റയർ ആളുകളെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വലിയ പോപ്പുലാരിറ്റി ഉള്ളൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ ടിനി ടോമിൻ്റെ മകനെ പിടിച്ചതും അതേ രീതിയിൽ തന്നെയാണ്. ടിനി ടോമിൻ്റെ മകൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ടിനി ടോമിൻ്റെ മകൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കാർത്തിക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഈ കഞ്ചാവ് കിട്ടിയെന്നാണ് മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടിനി ടോമിൻ്റെ മകൻ്റെ പോക്കറ്റിൽ നിന്നല്ല, ടിനി ടോമിൻ്റെ മകൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ പോക്കറ്റിൽ നിന്ന്. ഒരുപക്ഷെ ടിനി ടോമിൻ്റെ മകൻ അവരുടെ കൂട്ടുകാരുമായിട്ട് ചിലപ്പോൾ ഒരു വഴിക്ക് പൊയ്ക്കൊണ്ടിരുന്നതായിരിക്കാം, അല്ലെ ഒരു വഴിയിൽ ഇങ്ങനെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ എവിടെയെങ്കിലും നിന്ന സമയത്തായിരിക്കും പോലീസ് പിടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ടിനി ടോമിൻ്റെ മകൻ ഈ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര ഈ പറയുന്ന യോജിപ്പില്ല. ടിനി ടോമിൻ്റെ മകൻ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത് അവർ കണ്ടുപിടിക്കട്ടെ. പക്ഷേ ടിനി ടോം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഈ രീതിയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ടിനി ടോം ആയതുകൊണ്ടാണ് കേട്ടോ ഈ രീതി ചർച്ച പോകുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പോകില്ല. ഒരു പ്രമുഖന്റെ മകൻ ഉണ്ടെങ്കിൽ എന്തായാലും ചർച്ചകൾ ഈ രീതിയിൽ തന്നെ പോകും. പക്ഷെ ഇതിനു മുൻപ് ഒരു MLA-യുടെ മകനെ പിടിക്കുകയുണ്ടായി കേട്ടോ. ആ കേസ് എവിടെയായി, അല്ലെ ആ കേസിന്റെ ബാക്കി എന്താണെന്നുള്ളതൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് പുറത്ത് വിടണം. ടിനി ടോമിന്റെ മകനെ പിടിച്ചു പോലെ ടിനി ടോമിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഈ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ, പാപ്പരാസികൾ അതുകൂടി ഒന്ന് പുറത്തു വിടാൻ തയ്യാറാവണം. അപ്പം നിനക്കൊക്കെ മുട്ട് വിറയ്ക്കും, അല്ലെ മുട്ടിടിക്കും. ഞാൻ ഈ ചെയ്തത് തെറ്റല്ലെന്ന് പറയുന്നില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആ പാവം പിടിച്ച ചെറുക്കൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും ഫോട്ടോ വെച്ചിട്ട് എന്തിനാണ് ഈ പറയുന്ന ഒരുമാതിരി ദാരിദ്ര്യം കാണിക്കുന്നത്, അല്ലെ മഞ്ഞപ്പത്രങ്ങൾ കാണിക്കുന്ന പരിപാടികൾ കാണിക്കുന്നത്? ബാക്കി വാർത്ത കേട്ട് നോക്കാം. 4 ഗ്രാമോളം കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. ടിനി ടോമിന്റെ മകൻ ആദം ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കീഴ്പാലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് പ്രതികൾ എന്നത് കാർത്തിക്, അമിത് ജോർജ് എന്നിവരാണ്. ഈ 3 പ്രതികൾക്കും 20, 21 ഈ വയസ്സിനിടെയാണ് പ്രായം. ഏതായാലും 4 ഗ്രാം മാത്രമുള്ളതിനാൽ പോലീസ് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു. ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. 4 ഗ്രാമേ ഉള്ളൂ കഞ്ചാവ്. ആ 4 ഗ്രാം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ പുറത്തു വിട്ടു. പക്ഷെ മാധ്യമങ്ങളിൽ ഇപ്പോഴും കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ടിനി ടോം മകൻ പിഴച്ചു പോകുമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് മകൻ പിഴച്ചു പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെഴുകലുകളാണ്. ഒരച്ഛനെന്ന നിലയിൽ അയാൾ പറഞ്ഞ വാക്കുകളോട് പൂർണ്ണമായിട്ടും നമ്മളെല്ലാവരും അംഗീകരിക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും യോജിക്കുന്നുണ്ട്. കാരണം മക്കളെ വളർത്തുന്ന മക്കളോട്, അല്ലെങ്കിൽ മക്കൾ ഈ രീതിയിൽ വഴി പിഴച്ചു പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാർ അല്ലെ അച്ഛന്മാരിങ്ങനെ തന്നെ പറയും. അല്ലാതെ മക്കളെ ഏത് രീതിയിലും വിട്ടിട്ട് മക്കളൊക്കെ പിന്നീട് വരുമ്പോൾ അവരെ തല്ലി ശകാരിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അച്ഛന്മാരാണെന്നുണ്ടെങ്കിൽ പറയില്ല. അപ്പം അങ്ങനെയുള്ളൊരു ടിനി ടോമിൻ്റെ മകൻ ഇങ്ങനെ പിഴച്ചു പോകുമെന്ന് എനിക്കെന്തായാലും തോന്നുന്നില്ല. ടിനി ടോമിനെ കളിയാക്കാനും ടിനി ടോമിനെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനെ വലിയൊരു വാർത്തയാക്കി ചിത്രീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയട്ടെ. എല്ലാവർക്കും തുല്യ നിയമം തന്നെ ഉണ്ടായിരിക്കണം. മന്ത്രിയുടെ മകൻ ഒരു നിയമം, സാധാരണക്കാരൻ്റെ മകൻ ഒരു നിയമം, സിനിമാക്കാരൻ്റെ മകന് വേറൊരു നിയമം എന്ന് പറയുന്ന ഈ ചിന്താഗതികൾ മാറണം. പോലീസുകാർക്ക് ഒരു സിനിമാക്കാരൻ്റെ മകനെ കിട്ടിയപ്പോൾ എടുത്തിട്ട് കൊട്ടിഘോഷിക്കാനുള്ളതായി. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ മാധ്യമങ്ങളും കൂട്ടി നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷൻസ് അടുത്ത ദിവസം കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.